CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. വനിതാ ദിനമാണ്. CPM-ന്റെ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ, അതിൽ ഏറ്റവും മുതിർന്ന നേതാവായ PK ശ്രീമതിയും KK ശൈലജയും മുതൽ ഇളമുറക്കാരിയായ ചിന്ത ജെറോം വരെയുണ്ട്. എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ ന്യൂസ് 18-ന്റെ ഭാഗത്ത് നിന്ന്. അതുപോലെ ന്യൂസ് 18-ന്റെ വ്യൂവേഴ്സിന് എല്ലാവർക്കും വനിതാ ദിനാശംസകൾ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇന്നത്തെ ദിവസം രാവിലെ വിവിധ മാധ്യമങ്ങളുടെ ചാനലുകളുടെയും ആഭിമുഖ്യത്തിൽ ഞങ്ങളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിന്, ലോകത്തെ അറിയിക്കുന്നതിന് തയ്യാറായിട്ടുള്ള എല്ലാ മാധ്യമ സുഹൃത്തുക്കളോടും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സന്ദേശം ഞാൻ പറഞ്ഞു, ലൈഫ് വിത്ത് ഡിഗ്നിറ്റി ഈസ് അവർ റൈറ്റ്. അതായത് അന്തസ്സുറ്റ ജീവിതമാണ് ഞങ്ങൾക്ക് അന്തസ്സുറ്റ ജീവിതമാണ് ഞങ്ങളുടെ അവകാശം. രാജ്യത്തെ മുഴുവൻ സ്ത്രീകളുടെ അവകാശം. അതെ, രാജ്യത്തെ അല്ല, ലോകത്തെമ്പാടുമുള്ള സ്ത്രീകളുടെയും അവകാശമാണ് അന്തസ്സുറ്റ ജീവിതം. അത് തീർച്ചയായും ഈ സമൂഹത്തിൽ നേടിയെടുക്കണമെങ്കിൽ, ഞാനിപ്പോ പറഞ്ഞു മറ്റൊരു മാധ്യമത്തിനോട്, ഐക്യരാഷ്ട്രസഭയുടെ തന്നെ ഒരു സർവേ പറയുന്നത് നമ്മുടെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നേരിടുന്ന അതീവ ഗുരുതരമായിട്ടുള്ള ലിംഗ അസമത്വം, അത് എല്ലാ വിധത്തിലും സ്ത്രീയെ മാനസികമായും ശാരീരികമായും വിഷമിപ്പിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലിംഗസമത്വത്തെ സംബന്ധിച്ച് എല്ലാവരും ഒരുപോലെയാണെന്ന്. പക്ഷേ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഇന്ത്യൻ സമൂഹത്തിന് മനസ്സില്ല, ഇന്ത്യൻ ഭരണകൂടത്തിനും മനസ്സില്ല. എന്നാൽ ഇവിടെ നിലനിൽക്കുന്ന സാമൂഹ്യ യാഥാർത്ഥ്യം എന്ന് പറയുന്നതോ എത്രയോ മനുസ്മൃതിയുടെ കാലം എന്ന് പറയുന്ന ഒരു കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ സ്ത്രീക്കൊരു അവകാശവുമില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള മനോഗതികളുമായിട്ടാണ് ഈ സമൂഹത്തിൽ പലരും സഞ്ചരിക്കുന്നത്. അതിനെതിരെയുള്ള പോരാട്ടമാണ് ഞങ്ങൾ ഒരു പ്രാവശ്യം എടുത്തു. മാറ്റണം മനോഭാവം സ്ത്രീകളോട്, അല്ലെങ്കിൽ മാറണം മനോഭാവം സ്ത്രീകളോട് എന്നുള്ള ഒരു ആശയം ഞങ്ങൾ മുന്നോട്ട് വെച്ചു. അത് നല്ലൊരു പ്രചരണം. അന്ന് സ്റ്റേറ്റ് സെക്രട്ടറിയായിട്ട് ശൈലജ ടീച്ചറാണെന്ന് തോന്നുന്നു, സതിയാണെന്ന് സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റിന്റെ വളരെ നല്ലൊരു ക്യാമ്പയിനായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇതായിരുന്നു. അതിന് പലരും അഭിനന്ദിച്ചു. ഇന്നിപ്പം ഞങ്ങൾ എടുക്കുന്ന മുദ്രാവാക്യം ഇതാണ്. ഇന്നത്തെ ദിവസം മുതൽ ഒരു വർഷക്കാലം ഇത് ഞങ്ങൾ തീർച്ചയായിട്ടും പ്രചരിപ്പിക്കും. പക്ഷേ സമൂഹത്തിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യം വളരെ പൊള്ളുന്നതാണ്. അത് ഏത് സംഘടനയായാലും രാഷ്ട്രീയ പാർട്ടിയായാലും സ്ത്രീയോട് ഒരു തുല്യതാ മനോഭാവത്തോടുകൂടി നിലപാട് സ്വീകരിക്കുന്നതിൽ 100% വിജയിച്ചു എന്ന് പറയാൻ CPM-ന്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തക എന്നുള്ള നിലയിൽ എനിക്ക് സാധിക്കില്ല. ഇപ്പോഴും മനോഭാവത്തിൽ വലിയ തോതിലുള്ള ഒന്ന് സ്ത്രീയാണെന്നുള്ള, സ്ത്രീ ഇത്രയൊക്കെ മതിയെന്നുള്ള ചിന്ത ചിലരിലെങ്കിലും ഇന്നും ഞങ്ങളുടെയൊക്കെ പാർട്ടിയിലുണ്ട്. അത് മാറ്റുന്നതിനുള്ള പ്രവർത്തനം PB, CC, പ്രത്യേകിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ സമുന്നത സ്ഥാനത്തിരിക്കുന്ന നേതാക്കളെല്ലാം ഒരുപോലെ സ്ത്രീപക്ഷ നിലപാട് സ്വീകരിച്ച്, അതുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് വളരെ ശക്തമായിട്ട് സ്ത്രീപക്ഷ നിലപാട് സ്വീകരിച്ചു കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞത് CPM-ന്റെ സമുന്നത നേതൃത്വത്തിന്റെ ശക്തമായിട്ടുള്ള നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റിനെ കുറിച്ച് ആക്ഷേപമില്ല. സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റ് ഗവൺമെന്റിനും അവകാശപ്പെടാൻ പറ്റാത്ത വിധത്തിൽ. വകുപ്പ് മാത്രമല്ല സ്ത്രീകളുടെ, ഇപ്പൊ ഫയർഫോഴ്സിൽ സ്ത്രീകളെ കൊണ്ടുവന്നു. അതുപോലെ കടലിൽ മുങ്ങി താഴാൻ പോകുന്നവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡൈവിംഗ് നടത്തുന്ന സ്ത്രീകളെ ഇന്ത്യയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. എല്ലാ മേഖലയിലും സ്ത്രീകളെ കൊണ്ടുവരാൻ ഗവൺമെന്റിന് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനി ഒരു വലിയ മാറ്റം വേണം. ഈ മാറ്റത്തിനൊരു 150-1.5 നൂറ്റാണ്ടെങ്കിലും എടുക്കുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്ത്രീ സമൂഹം ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഞങ്ങളുടെ വനിതാ ദിനാശംസകൾ ഞാൻ നേരുകയാണ്. എത്ര നാളെടുക്കും കേരളത്തിലെ ഡിഗ്നിറ്റി സ്ത്രീകൾക്ക് കിട്ടാൻ? ഇതിൽ എത്ര നാൾ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം 18-19 നൂറ്റാണ്ടുകളിൽ നമ്മുടെ ലോകത്തിലുണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റമുണ്ട്, നവോത്ഥാന പ്രക്രിയയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ലോകത്തിൽ വലിയ മാറ്റം സ്ത്രീകളുടെ അഭ്യുന്നതിയിലും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ലോകത്താകെ ഒരു വലതുപക്ഷ വ്യതിയാനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ളൊരു പിറകോട്ട് പോക്ക് വരാതെ സംരക്ഷിക്കലാണ് ഇപ്പോൾ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു മതപരമായ രാഷ്ട്രം ഉണ്ടാവുക. മതപരമായ രാഷ്ട്രം എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ സ്ത്രീകളുടെ അന്തസ് ചവിട്ടി അരക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളുടെ ജീവിതം വല്ലാത്ത രീതിയിൽ ദുഃഖമായിട്ട് മാറിയിട്ടുണ്ട്. അത് ഇന്ത്യയിൽ സംഭവിക്കാതിരിക്കാൻ ഒരു മതേതര രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ, ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തിൽ ജീവിക്കുമ്പോഴാണ് സ്ത്രീക്ക് ഏറ്റവും വലിയ അന്തസ് ഉണ്ടാവുക എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമൂഹത്തെ, നമ്മുടെ ഭരണഘടനയിലൊക്കെ പറയുന്ന ജനാധിപത്യം, അത് യഥാർത്ഥ അവസര സമത്വമാണ് പൌരന്മാരുടെ, അതുണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അന്തസ്സുറ്റ ജീവിതം ഞങ്ങളുടെ അവകാശമാണെന്ന് പറയുന്നത്. അതിനുവേണ്ടിയുള്ള പോരാട്ടം ശക്തമാക്കേണ്ടി വരുന്നു. പഴയതിൽ നിന്ന് കൂടുതൽ ശക്തമായിട്ട് ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സൂചന.
ഈ വനിതാ കമ്മീഷനൊക്കെ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടിയുള്ളത് തന്നെയാണ്. എത്ര നാൾ ഇനിയും ഇങ്ങനെ അവകാശങ്ങൾ പറഞ്ഞ് വനിതാ കമ്മീഷന് കൊണ്ടുപോകും? ഇത് മാർച്ച് 8 എന്ന് പറയുന്ന ഒരു ദിവസം മാത്രമല്ല, 365 ദിവസവും മാധ്യമങ്ങൾക്ക് ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിന്റെ പൊതുബോധ നിർമ്മിതിയിൽ ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഇന്ന് മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ഏറ്റെടുക്കാൻ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കും കഴിയട്ടെ എന്ന് കൂടി ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്. CS സുജാത കൂടി ചേരുന്നുണ്ട്. പാർട്ടിയിൽ ഇന്നലെ MV ഗോവിന്ദൻ ഗോവിന്ദമാഷി പത്രങ്ങളെ കാണുമ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞിരുന്നത് 40 പേർ സംസാരിക്കുന്നു, 12 വനിതകൾ സംസാരിച്ചു. വലിയ സംഭവമായി പറഞ്ഞത് വലിയ സംഭവമാണ് ഇത്. 12 പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മാഷ് പറഞ്ഞത്. അതായത് ഇന്നിപ്പോ പ്രതിനിധികളായി 75 സ്ത്രീകൾ വന്നു, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായി 3000-ഓളം സ്ത്രീകൾ വന്നു, 3 ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ വന്നു. അത് പണ്ടൊക്കെ ഒരു അന്യമായിരുന്നു. അവിടെ നിന്നാണ് ഇന്ന് കൂടുതൽ സ്ത്രീകൾ കടന്നു വരുന്നത്. പക്ഷെ അത് പോരാ എന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ, മാഷ് ഉൾപ്പെടെ അഭിപ്രായമാണ്. അതുകൊണ്ടാണ് CPM-ൽ കൂടുതലായി സ്ത്രീകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു പുരുഷാധിപത്യ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വളരെ പതുക്കെ അവിടേക്ക് എത്താൻ കഴിയുമെന്ന് ഞങ്ങൾ കരുതുന്നു. പക്ഷെ അത് മാറ്റിയെടുക്കാനുള്ള ശക്തമായിട്ടുള്ള പോരാട്ടത്തിൽ തന്നെയാണ് ഞങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. CPM-ന്റെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയൊക്കെ വനിതകളാകുന്ന കാലം വരുമോ? അല്ല, അതിപ്പം നേരത്തെ തന്നെ 2 ടീച്ചർമാർ ഇവിടെ സൂചിപ്പിച്ചു. അതായത് നിങ്ങളുടെ ധാരണ ഒരു മുഖ്യമന്ത്രി വന്നാൽ, ഒരു പ്രധാനമന്ത്രി വന്നാൽ, ഒരു പ്രസിഡന്റ് വന്നാൽ അതോടുകൂടി രാജ്യത്തെ സ്ത്രീകളുടെ സ്ഥിതിയെല്ലാം മാറുമെന്നാണ്. അങ്ങനെ മാറില്ല. നയത്തിൽ തന്നെയാണ് മാറ്റം വരേണ്ടത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അല്ല, CPM എല്ലാ കാര്യങ്ങളിലും മാതൃക ആയിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു പ്രചരണം ഇങ്ങനെയൊന്ന് വന്നു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഒരു വനിത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി, ഒരു പ്രസിഡന്റായിട്ട് ഒരു വനിത അഭിമാനത്തോടെ തന്നെ പറയുകയാണ് ആ സ്ഥാനത്തേക്കൊക്കെ സ്ത്രീകൾ വന്നു. പക്ഷെ ഇന്ത്യ രാജ്യത്ത് പട്ടിണി കിടക്കുന്ന സ്ത്രീകൾ എത്ര ഉണ്ടെന്നറിയാമോ? 24 കോടി സ്ത്രീകൾ ഉൾപ്പെടെ രാജ്യത്ത് പട്ടിണി കിടക്കുന്നു. അങ്ങനെയൊരു നാടാണ്. അതുകൊണ്ട് ഇന്നത് വരുന്നതോടുകൂടി എല്ലാം മാറുമെന്നല്ല, പക്ഷെ നയത്തിലാണ് കൃത്യമായി മാറ്റം വരേണ്ടത്. ഇനി ഭാവിയിൽ ഈ സ്ഥാനത്തൊന്നും ഇവരാരും വരുത്തില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. അത് വളരെ ശക്തമായിട്ടുള്ള പോരാട്ടം രാജ്യത്തെ സ്ത്രീകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് സമൂഹവും ആ കാര്യത്തിൽ ഏറ്റവും നന്നായി പ്രതികരിക്കണം. പോരാട്ടം തുടരട്ടെ, വേഗം ലക്ഷ്യങ്ങളിലേക്ക് എത്തട്ടെ. എന്താണ് ചിന്തയുടെ ചിന്ത ഈ വനിതാ ദിനത്തിൽ? വനിതാ ദിനത്തിൽ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു സമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടം എത്രയോ നാളായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഈ വനിതാ ദിനം എന്ന് പറയുന്നത് കേവലം സ്ത്രീകളുടെ ഒരു ദിവസമായിട്ട് ആഘോഷിക്കേണ്ടതില്ല. സ്ത്രീ പുരുഷ തുല്യത ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും ചേരാൻ കഴിയുന്ന ഒരു ദിവസമായിട്ടാണ് വനിതാ ദിനം വരുന്നത്. ആ രീതിയിൽ തന്നെയാണ് വനിതാ ദിനം. ഇപ്പൊ കൊല്ലത്ത് വെച്ച് സംസ്ഥാന സമ്മേളനം നടക്കുന്നു. അപ്പം നമ്മുടെ വനിതാ രത്നങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇപ്പം കേരളത്തിലെ CPM-ന്റെ സംസ്ഥാന സമ്മേളനം എടുത്തു നോക്കിയാൽ തന്നെ നമുക്കറിയാം, ബാലസംഘത്തിന്റെ പ്രതിനിധിയായി വന്നതും SFIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട്. അപ്പൊ യുവതലമുറയിൽ സ്ത്രീകൾ വളരെ സജീവമായി താക്കോൽ സ്ഥാനങ്ങളിലേക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിലേക്കും വരുന്നു എന്നുള്ള വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എന്താണ് പുതിയ കാലത്തുള്ള വെല്ലുവിളി? എന്തൊക്കെയാണ് ഏറ്റവും നന്നായിട്ട് പറയാൻ കഴിയുന്നത്? സൈബർ ഇടങ്ങളിലായാലും അല്ലെങ്കിൽ ഒരുപാട് വെല്ലുവിളികൾ സ്ത്രീകൾ നേരിടുന്നുണ്ട്. അതായത് കാലങ്ങളായി തുടർന്നു വരുന്നത് തന്നെയാണ് ഈ മൾട്ടി റോൾസിൽ സ്ത്രീകൾ ഇടപെടേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഗാർഹിക ജോലികൾ അത് തീർത്ത ശേഷമാണ് അവരുടെ മറ്റേതെങ്കിലും തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തൊഴിലിലേക്ക് പോകുന്നത്. അപ്പൊ ഇത്തരം വീട്ടിനകത്ത് തൊഴിൽ ഉൾപ്പെടെ പങ്കിടുന്ന കാര്യങ്ങൾക്കകത്ത് മാറ്റം വന്നിട്ടുണ്ട്. പഴയതിൽ നിന്നും വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ ആ വ്യത്യാസം നമ്മൾ ഒരു യിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് എല്ലാവർക്കും, മാധ്യമങ്ങളും പുരുഷ സുഹൃത്തുക്കളും എല്ലാവരും ഒരുമിച്ച് നിന്നൊരു ജെൻഡർ സെൻസിറ്റൈസേഷന്റെയും ജെൻഡർ ഇക്വാലിറ്റി, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, പുരുഷന്മാർ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ ഉത്തരവാദിത്വം. അതെ, അല്ലെ, എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കണം എന്നുള്ളതാണ്. ആ പോരാട്ടത്തിൽ ഒരു നാളിൽ കൂടുതൽ മുന്നിൽ നിന്ന് ചിന്ത നയിക്കട്ടെ, അതിനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും അത് തന്നെയാണ് വനിതാ ദിനത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ, CPM-ന്റെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കളാണ് നമ്മോട് സംസാരിച്ചത്. എല്ലാ വനിതകൾക്കും വനിതാ ദിന ആശംസകൾ.